ഹലോ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഫാമിലിയായിട്ട് പോയ മലേഷ്യൻ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 2 വർഷമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. നമ്മൾ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. രാത്രി 12 മണിക്കാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നതിൻ്റെ സന്തോഷവും രാത്രി ഫ്ലൈറ്റിൽ പോകുന്ന ഒരു ടെൻഷനൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടും അവരുടെ ഫാമിലിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് മലേഷ്യയിലുണ്ട്, തൃശ്ശൂരുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ അവർ മലേഷ്യയിൽ സെറ്റിൽഡാണ്. അപ്പോൾ ഇതാ നമ്മൾ മലേഷ്യ എയർപോർട്ടിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ എയർപോർട്ടിൽ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നമ്മൾ എയർപോർട്ടിൽ ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയ ശേഷം പുറത്തിറങ്ങി ഫസ്റ്റ് ഫുഡ് കഴിച്ചു. അതിന് ശേഷം നമ്മൾ പോവുകയാണ്. നമ്മൾ പുത്രജയ മോസ്ക് കാണാനാണ് കേട്ടോ പോകുന്നത്. പുത്രജയ മോസ്ക് സ്ഥിതി ചെയ്യുന്നത് പുത്രജയ നഗരത്തിലാണ്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പാലം കൂടിയുണ്ട്. സെറി വാവാസൻ ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ പാലത്തിൻ്റെ രൂപം ഒരു പറക്കുന്ന കപ്പലിൻ്റെ രൂപമാണ് അത്ര. അതുപോലെ രാത്രിയാകുമ്പം ഈ പാലത്തിൽ അടിപൊളി ലൈറ്റ് ആയിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതാ ദൂരെ കാണുന്നത് അതാണ് നമുക്ക് പോകാനുള്ള സ്ഥലം കേട്ടോ, പുത്രജയ മോസ്ക്. അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ കാണുന്ന ഒരു തടാകം പുത്രജയ തടാകം. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിൻ്റെ ശേഷം നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു. മലേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക ആരാധനാലയമായ പുത്രജയ മോസ്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 116 മീറ്റർ ഉയരമുള്ള ഇതിഹാസപരമായ ഒരു മിനാരും അതുപോലെ 1500 പേർക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമൊക്കെ ഈ പള്ളിക്കകത്തുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ കയറി നോക്കിയത്. അപ്പോൾ പുരുഷന്മാർക്ക് വേറെ ഏരിയ, സ്ത്രീകൾക്ക് വേറെ ഏരിയയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് ഇതുപോലെ ഡ്രസ്സ് ഇട്ടാണ് ഒരുപാട് പേരെ ഞാൻ കണ്ടത്. അപ്പോൾ വിദേശികളോ അതുപോലെ മുസ്ലിം വസ്ത്രധാരികളല്ലാത്ത എല്ലാവരും ഇതുപോലെ അവരവരുടെ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ആ ഡ്രസ്സ് ധരിച്ചതിന് ശേഷമാണ് അകത്ത് വരുന്നത്. അങ്ങനെ എനിക്കും ആ ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നി. ഞാൻ അവരുടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഡ്രസ്സ് തരാൻ പറ്റില്ല, അത് നിങ്ങളിപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെയാണ്, ഉള്ള ഡ്രസ്സിൽ തന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തായാലും അങ്ങനെ ആ ഡ്രസ്സ് ഇട്ടൊന്ന് അകത്ത് തരണമെന്ന് ആഗ്രഹം തോന്നി. ഞാനൊരു മാതാമ്മയുടെ കയ്യിൽ നിന്ന് അത് അയച്ചു വാങ്ങിയപ്പോൾ ആ ഡ്രസ്സൊക്കെ വാങ്ങി ഡ്രസ്സ് ചെയ്ത ശേഷം ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടു. മലേഷ്യയിലെ ഏറ്റവും പ്രതിഷ്ഠിതമായ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഈ മോസ്ക് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു. ഇപ്പോൾ നല്ല ഉച്ച സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വെയിലുമാണ് കേട്ടോ. മലേഷ്യയിൽ നമ്മുടെ അവിടുത്തെ അത് ഏകദേശം കാലാവസ്ഥയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലാണ് പുറത്തൊക്കെ. ചില സമയത്ത് അവിടെ കുറച്ച് സമയം വെയിലും കുറച്ച് സമയം മഴയും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അത്രേ. അപ്പോൾ ഇന്ന് എന്തായാലും മഴയൊന്നും ഇല്ലാത്ത ദിവസമാണ് തോന്നുന്നു. ഞങ്ങൾ റൂമിലെത്തി. നമ്മൾ കോലാലംപൂർ സിറ്റിയിൽ തന്നെയുള്ള അരീന സ്റ്റാർ എന്ന ഹോട്ടലിലാണ് കേട്ടോ സ്റ്റേ. അങ്ങനെ നമ്മുടെ ഹോട്ടലിൻ്റെ പുറത്തേക്ക് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ്. അതിന് ശേഷം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം വൈകുന്നേരം വരെ ഒന്ന് റെസ്റ്റ് ചെയ്തു. അതിന് ശേഷം ചായയൊക്കെ കുടിച്ച ശേഷം രാത്രിയാണ് കേട്ടോ ഇനി പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ തന്നെ നമ്മൾക്ക് റെഡി ആയിട്ടുണ്ട്. കോലാലംപൂരിൻ്റെ രാത്രി കാഴ്ചകൾ ആസ്വദിക്കാനായിട്ട് പുറപ്പെടുകയാണ്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ജലാനല്ലൂർ ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. അപ്പോൾ ഇനി ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, ഇപ്പോൾ ഫുഡ് സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് തട്ടുകടകളാണ്. നമ്മളിതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പല ഫുഡ് ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ മൊത്തത്തിലിവിടെ ഒരു ഭക്ഷണത്തിൻ്റെ എല്ലാം കൂടെ മിക്സായൊരു സ്മെല്ലാണ് കേട്ടോ. നമുക്ക് എന്തോ ഒരു സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണ് ഇവിടെ കിട്ടുന്നത്. ഫുഡ് ഐറ്റംസ് മാത്രമല്ല, ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഇവിടെ തട്ടുകടകളിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല തിരക്കായി കേട്ടോ. അപ്പോൾ തിരക്ക് കൂടി വരികയാണ്. ഇതുപോലെ നമ്മളെപ്പോലെ വിദേശികളായ ആൾക്കാരാണ് എല്ലാവരും എന്നാണ് തോന്നുന്നത്. അങ്ങനെ അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു തിരക്ക് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വലിയ ഷവർമ്മ ഷോപ്പാണ്. ഷവർമ്മക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഇവരൊക്കെ. അതുപോലെ തന്നെ സ്ട്രീറ്റ് മ്യൂസിക്കുകൾ, ഡാൻസുകൾ, ഇവിടെ ആളുകൾ ഇങ്ങനെ ആഘോഷിക്കുകയാണ്. ഓരോ ടൈപ്പ് ആഘോഷം ഓരോരുത്തർക്ക്. ചിലർക്ക് പാട്ടാണ്, ഡാൻസാണ്, ഫുഡാണ്. അങ്ങനെ അടിപൊളിയാണ് ഇവിടെ കാണാനായിട്ട്.
ഇത് നമ്മുടെ ഫ്രണ്ട് റഷീദ്ക്ക് ഫാമിലി ഇപ്പോൾ ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പോയി. നമ്മളിപ്പോൾ പവലിയൻ മോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കാണാനായിട്ട്. ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ കൂട്ടം തെറ്റി കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു, കുട്ടികളൊക്കെ മിസ്സാവോ, ഭയങ്കര തിരക്കാണല്ലോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി കുറച്ച് നേരം, പിന്നെ അവരെ കണ്ടു. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറിയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്, പുറത്ത് നല്ല ചൂടാണല്ലോ. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്, കുറച്ച് ഐസ്ക്രീം ഐസൊക്കെ വാങ്ങിക്കുക എന്നുള്ള. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് വീണ്ടും സെറ്റായി. ഇനിയും ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പുറത്തെ കാഴ്ചകൾ തന്നെ കാണാം. Bila tak mungkin bersama, jauhi diriku, lupakanlah aku സ്റ്റിക്കിൽ കുറച്ച് വെച്ച ഒരുപാട് ഐറ്റംസ് കിട്ടും. അതിൻ്റെ ഒന്നും പേരെനിക്ക് അറിഞ്ഞൂടാ. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അവർ വേവിച്ചിട്ട് നമുക്ക് തരികയാണ് ചെയ്യണത്. അതുപോലെ തന്നെ പച്ചക്കറികളും ഉണ്ട് അങ്ങനെ സ്റ്റിക്കിൽ വെച്ചിട്ട്. അപ്പോൾ എന്തെല്ലാം ഐറ്റംസാണോ ഇവിടെ. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഒരു സ്മെല്ല് കാരണം, ഇതാണ് ഇവിടുത്തെ ദേശീയ ഫ്രൂട്ടായ ദുരയൻ ചക്ക. ഇത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇതിൻ്റെ സ്മെല്ലാണ് തോന്നുന്നുണ്ട്. ഇവിടെ മൊത്തമായിട്ട് ഒരു സ്മെല്ലാണ്, നമുക്കൊന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ലത് സ്മെല്ല് കാരണം. ആളുകളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. രണ്ട് ഭാഗത്തും നിറയെ നിരന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് പച്ചക്കറികളാണിത്. സ്റ്റിക്കിൽ കോർത്ത് വെച്ച പല ഐറ്റംസ് പച്ചക്കറി, കൂണ് ഒക്കെ ഫ്രൈ ചെയ്തിട്ട് തരുന്നതാണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഇതിൻ്റെ കൂടെ ഒരു സോസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള ഫുഡ് മസാജ് പാർലറുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതേപോലെ സ്ത്രീകളിങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഫുഡ് സ്ട്രീറ്റിൽ ഫുഡ് മാത്രമല്ല കേട്ടോ, ബിയറും വെള്ളമെടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ആളുകളിങ്ങനെ പുറത്ത് തന്നെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞ് 10:30 11 ആവാറായിട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനായി വന്ന് നമ്മൾ ചിക്കിങ്ങിലാണ് ലാസ്റ്റ് എത്തിയത്. അവിടെ പോയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി. ഇനി നാളെ പുതിയ സ്ഥലങ്ങളും പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം.